അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ വീട്ടിൽ ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കുന്നത്. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വെളുത്തുള്ളി അരിഞ്ഞത്, സ്പ്രിംഗ് ഒനിയൻ, സവാള, ക്യാരറ്റ്, ക്യാപ്സിക്കം അരിഞ്ഞത്, മുട്ട ചിക്കിയെടുത്തത്, അരി വേവിച്ച് ആറാൻ വെച്ചേക്കുവാണ്. അത് കഴിഞ്ഞ് തവയിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടാക്കിയിട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി അരിഞ്ഞത് ഫുള്ളിട്ട് കൊടുത്തിട്ട് ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് സവാള, ക്യാരറ്റ്, ക്യാപ്സിക്കം അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാവേ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അടച്ചു വെക്കാം. അടച്ചു വെച്ചതിന് ശേഷം മുട്ട ചിക്കിയത് ഇട്ട് കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കാവേ. അത് കഴിഞ്ഞ് സോയാ സോസ് ഒഴിക്കാം. രണ്ട് സ്പൂൺ സോയാ സോസാണ് ഒഴിക്കുന്നത്. ഇനി ടൊമാറ്റോ സോസ് ഒഴിക്കാം. ഇളക്കി കൊടുക്കാം. നല്ലോണം തന്നെ മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മുടെ അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്തതിന് ശേഷം കുരുമുളക് പൊടി ഇടാം. ഇവിടെ 3 സ്പൂൺ കുരുമുളക് പൊടിയാണ് ഇടുന്നത്. ആവശ്യത്തിന് ഇടാം. ഇനി നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അരിഞ്ഞ് വെച്ച സ്പ്രിംഗ് ഒണിയൻ ഇട്ട് കൊടുക്കുക. നല്ലോണം നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യുക. നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഫ്രൈഡ് റൈസ്. ഫ്രൈഡ് റൈസിൻ്റെ കൂടെ തിന്നാൻ ചില്ലി ചിക്കൻ വാങ്ങിച്ചു. ഫ്രൈഡ് റൈസ് ഒരു കുഞ്ഞ് ബൗളിലാക്കിയിട്ടുണ്ട്. ബൗളിൽ വെച്ച ഫ്രൈഡ് റൈസ് പാത്രത്തിലൂടെ തട്ടി ചില്ലി ചിക്കനും ഇട്ടു. എൻ്റെ അനിയൻ ദേ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. ഞാനും ഫ്രൈഡ് റൈസ് കഴിച്ചു. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ആരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നിട്ടില്ലല്ലോ. എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ.